points about Opthal. And ഇപ്പോൾ ഇവിടെ ഒരു ഗ്രാഫ് പോലെ വരയ്ക്കാം. What is it, you tell me? Okay, basically this is what, guys, ERG. What is ERG? Electroretinogram. Okay, electroretinogram. And ഇവിടെ this one, okay, this is A wave. Okay, A wave എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് അറിയോ? നമ്മുടെ ഫോട്ടോ റിസെപ്റ്റേഴ്സിനെയാണ്, നേരത്തെ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് യു ഹാവ് ദിസ് B wave here. അത് ഡിനോട്ട് ചെയ്യുന്നത് the bipolar cells. Okay, fine. Okay, the next one is something called electrooculogram. Okay, electrooculogramമിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഇവിടെ നമ്മൾ മെഷർ ചെയ്യുന്നത് ഒരു റേഷ്യോ ആണ്, കോൾഡ് ആസ് ആർഡൻസ് റേഷ്യോ. എന്താടാ? ആർഡൻസ് റേഷ്യോ. സോ നോർമലി ദിസ് ആർഡൻസ് റേഷ്യോ ഇസ് മോർ ദാൻ 1.85. ഇത് കുറയുന്നത് ഒറ്റ ഡിസീസിലേ ഉള്ളൂ, അതാണ് ചോദ്യം. ദാറ്റ് ഈസ് ബെസ്റ്റ് ഡിസീസ്. ഓക്കെ, സോ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല, ജസ്റ്റ് വൺ ലൈനേഴ്സ് പഠിക്കുന്നത് നമ്മളിപ്പോൾ. സോ electrooculogramമിൻ്റെ ഒരു ചോദ്യം വന്നാൽ മോസ്റ്റ്ലി ദി ആസ്കിങ് അബൌട്ട് വാട്ട്, ഗൈസ്? ബെസ്റ്റ് ഡിസീസ്. ബിക്കോസ് നോർമലി ഇവിടെ ഈ electrooculogramമിൽ വി മെഷർ ആർഡൻസ് റേഷ്യോ. നോർമലി ഇറ്റ്സ് മോർ ദൻ 1.85. പക്ഷെ ഇത് കുറഞ്ഞു എന്ന് ക്വസ്റ്റ്യനിൽ തന്നാൽ യു മസ്റ്റ് മാർക്ക് ദ ഡയഗ്നോസിസ് ആസ് വാട്ട്, ഗൈസ്? വെരി ഗുഡ്. ഓക്കെ, ബെസ്റ്റ് ഡിസീസ്. ഫൈൻ. നെക്സ്റ്റ് we learn about what, guys? Diabetic retinopathy. Okay. So in diabetic retinopathy, 3 stages ആയിട്ടാണുള്ളത്. ഫസ്റ്റ് വൺ ഇസ് നോൺ proliferative diabetic retinopathy. ഇവിടെ you just have to watch the patient. Okay. നെക്സ്റ്റ് ഇസ് proliferative diabetic retinopathy. പിന്നെ മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഡയബറ്റിക് മാക്യുലോപ്പത്തി ആണ്. The first thing about non proliferative diabetic retinopathy, here what you should know is, first thing, they are going to have what, guys? Micro aneurysms ഉണ്ടാവുന്നുണ്ട്. ഈ മൈക്രോ അന്യൂറിസംസ് പിന്നെ ബേസ്റ്റ് ആവുമ്പോഴേക്കും they can tear and cause hemorrhage, okay, in the retina. So micro aneurysms എവിടെയാണ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ you must say it is INL. So നേരത്തെ പറഞ്ഞാൽ if you don't know the answer, mark as INL. Okay, പിന്നെ now I told you microaneurysms can cause what, guys? Hemorrhages. Now hemorrhages രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഡോട്ട് ആൻഡ് ബ്ലോട്ട് ഹെമറേജസ്. ഞാനിപ്പോൾ ഡോട്ട്സ് വരയ്ക്കുകയാണ്. ഇതിനെയാണ് ഡോട്ട് ആൻഡ് ബ്ലോട്ട് ഹെമറേജസ്. ഇതും നടക്കുന്നത് INL തന്നെയാണ്. ഓക്കെ, ഇന്നർ ന്യൂക്ലിയർ ലെയർ, അതാണ് INL. പിന്നുള്ളത് നമുക്ക് ഫ്ലെയിം ഷേപ്ഡ് ഹെമറേജസ് ആണ്. എന്താടാ? ഫ്ലെയിം ഷേപ്ഡ് ഹെമറേജസ് ഉണ്ടാവാറുണ്ട്. അതെവിടെയാണ് നടക്കുന്നത്? ഹു വിൽ ടെൽ മീ? ദാറ്റ് അക്കേഴ്സ് ഇൻ ദ നെർവ് ഫൈബർ ലെയർ. വാട്ട് ഇസ് ഇറ്റ്? So that occurs in the nerve fiber layer. Okay, so this flame shaped hemorrhages എവിടെയാണ് നടക്കുക? In the nerve fiber layer. Dot and blot hemorrhages എവിടെയാണ് നടക്കുക? That is INL. So mostly it is INL. അത് നിങ്ങൾ ഓർത്തിരിക്കണം, because I told you, if you don't know the answer, mark INL. പക്ഷേ ഫ്ലെയിം ഷേപ്ഡ് ഹെമറേജസിന് ഒരു വ്യത്യാസമുണ്ട്. അതെവിടെയാണ് നടക്കുക? ഫ്ലെയിം, ഇറ്റ് ഈസ് നെർവ് ഫൈബർ ലെയറിലാണ് ഫ്ലെയിം ഷേപ്ഡ് ഹെമറേജസ് ഉണ്ടാവുക. ഓക്കെ. ഓക്കെ, ഇനി അടുത്തത്, ഗൈസ്, അബൌട്ട് ഹൈപ്പർടെൻസീവ് റെറ്റിനോപ്പത്തി. ഓക്കെ, ഹൈപ്പർടെൻസീവ് റെറ്റിനോപ്പത്തിയിൽ കുറച്ച് ടേംസ് ഉണ്ടാവും. യൂഷ്വലി ഈ ടേംസ് ഒക്കെ ഒരു ക്വസ്റ്റനിൽ തന്നിട്ട് അവർ ചോദിക്കും, ഇത് ഡയബറ്റിക് റെറ്റിനോപ്പത്തി ആണോ ഹൈപ്പർടെൻസീവ് റെറ്റിനോപ്പത്തി ആണോ? സോ ദാറ്റ്സ് വൈ യു ഹാവ് ടു നോ ദീസ് ടേംസ്. ഒന്ന് AV ക്രോസിങ്, പിന്നെ കോപ്പർ വയറിങ്, പിന്നെ സിൽവർ വയറിങ്, ഇതൊക്കെ ഉണ്ടാവും. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ്, ഓക്കെ, വൺ ക്വിക്ക് ക്വസ്റ്റ്യൻ ടു യു. ഒരു പേഷ്യൻറ്റിന് CRV ഉണ്ടെന്ന് വെച്ചോ, സെൻട്രൽ റെറ്റിനൽ വെയിൻ ഒക്ലൂഷൻ. നിങ്ങൾ എങ്ങനെ അയാളെ ട്രീറ്റ് ചെയ്യും? വാട്ട് ഈസ് ദ ട്രീറ്റ്മെൻറ്റ്? സോ ബേസിക്കലി CRVOയ്ക്ക് നമ്മൾ ഒബ്സർവേഷൻ മാത്രം ചെയ്താൽ മതി. ഫോർ അബൌട്ട് 3 to 6 months, ജസ്റ്റ് ഒബ്സർവ് ദ പേഷ്യൻറ്റ്. ഓക്കെ, ഫൈൻ. ഓക്കെ, ഗൈസ്, വാട്ട് ഇസ് റോഡ് സ്പോട്ട്സ്? ഓക്കെ, റോഡ് സ്പോട്ട്സ് എന്ന് പറഞ്ഞാൽ ഷോ യു ദ പിക്ചർ. ഇത് എവിടെയാണ് കാണുന്നത്? ബേസിക്കലി റോഡ് സ്പോട്ട്സ് എന്താണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് തിങ് യു ഷുഡ് നോ ദാറ്റ് അത് ഹെമറേജിക് സ്പോട്ട്സ് ആണ്. ഓക്കെ, ഈ ഹെമറേജ് കാരണം ഉണ്ടാവുന്നൊരു ചേഞ്ചിനാണ് റോഡ് സ്പോട്ട്സ് എന്ന് പറയുക. അത് രണ്ടാമത്തെ ചോദ്യം, എവിടെയാണ് അത് കാണുന്നത്? ഓക്കെ, ദാറ്റ് ഇസ് സീൻ ഇൻ ബാക്ടീരിയൽ എൻഡോകാർഡൈറ്റിസ്. ഓക്കെ, സോ ബാക്ടീരിയൽ എൻഡോകാർഡൈറ്റിസിൽ മാത്രമാണ് ഇത് കാണുക അല്ല, നമ്മൾ പല അസുഖങ്ങളിലും റോഡ് സ്പോട്ട്സ് കാണാറുണ്ട്. ഓക്കെ, ലൈക്ക് ലുക്കീമിയ, ഡയബറ്റീസിലൊക്കെ കാണാറുണ്ട്. ബട്ട് ജസ്റ്റ് റിമെമ്പർ ബാക്ടീരിയൽ എൻഡോകാർഡൈറ്റിസ്. ഓക്കെ, ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് എന്ത്? റോഡ് സ്പോട്ട്സ്. ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് വിൽ ടോക്ക് അബൌട്ട് റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ്. ഓക്കെ, എന്താണ് ഈ റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ സെപ്പറേഷൻ ഓഫ് ദ ന്യൂറോസെൻസറി റെറ്റിന ഫ്രം റെറ്റിനൽ പിഗ്മെൻറ്റ് എപ്പിത്തീലിയം. അപ്പോൾ നമ്മുടെ റെറ്റിനയുടെ ലെയേഴ്സ് പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, സോ റെറ്റിനൽ പിഗ്മെൻറ്റ് എപ്പിത്തീലിയത്തിൽ നിന്ന് മറ്റേ ലെയേഴ്സ് സെപ്പറേറ്റ് ആകുമ്പോൾ ആ ഒരു കണ്ടീഷനെ പറയുന്ന പേരാണ് റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ്. 3 തരത്തിലുള്ള റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് ഉണ്ട്. ഐ ജസ്റ്റ് റൈറ്റ് ഷോർട്ട് ഫോംസ് ത്രൂ ഔട്ട് ദീസ് ക്വിക്ക് ബൈറ്റ്സ്, ബിക്കോസ്
എഴുതാൻ നിന്നാൽ അത്രയും സമയം പോകും. സോ ജസ്റ്റ് ഹിയർ മീ ഔട്ട്. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഇസ് റെഗ്മാറ്റോജീനസ് റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ്. എന്താണ് റെഗ്മാറ്റോജീനസ് റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ്? ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ട്രാക്ഷണൽ റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ്. ഓക്കെ, ആൻഡ് മൂന്നാമത്തത് ദാറ്റ് ഇസ് എക്സ്യുഡേറ്റീവ്. എന്താണ് എക്സ്യുഡേറ്റീവ് റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ്? ഓക്കെ, now first let's few points about rhegmatogenous RD. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെവിടെ ആർക്കാണ് ഈ റെഗ്മാറ്റോജീനസ് റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് ഉണ്ടാകാൻ ചോദിച്ചാൽ യൂഷ്വലി ഹൈ മയോപ്സിന് നമ്മളിത് കാണാറുണ്ട് കേട്ടോ. ഹൈ മയോപ്പിയയിൽ ഇത് കാണാറുണ്ട്, പിന്നെ ട്രോമയിലൊക്കെ കാണാറുണ്ട്. ബേസിക്കലി ഇവരുടെ സിംറ്റംസ് എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? ജസ്റ്റ് ലേൺ 2 സിംറ്റംസ്. ഓക്കെ, അവർക്ക് ഫ്ലോട്ടേഴ്സ് കാണുന്നുണ്ടാവും. ഓക്കെ, ഐ എം ഷുവർ യു ഗൈസ് നോ വാട്ട് യു മീൻ ഫ്ലോട്ടേഴ്സ് അല്ലേ? ഫ്ലോട്ടേഴ്സ് ഉണ്ടാവും, പിന്നെ വിഷ്വൽ ഫീൽഡ് ഡിഫക്ട്സ് ഉണ്ടാവും, പിന്നെ അവർ പറയുന്ന ഒരു ബ്ലാക്ക് കേർട്ടൻ കണ്ണിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വന്ന് വീണു എന്നായിരിക്കും ഇവരുടെ ബേസിക് ഹിസ്റ്ററി കേട്ടോ. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് അതുണ്ടാവും, ബ്ലാക്ക് കേർട്ടൻ വന്നിങ്ങനെ വീണു ഫ്രണ്ടിൽ, അങ്ങനെ ആയിരിക്കും പേഷ്യൻറ്റ് പറയുക. അങ്ങനെ ഉണ്ടെങ്കിൽ തിങ്ക് അബൌട്ട് റെഗ്മാറ്റോജീനസ് RD. ഓക്കെ, ഫൈൻ. ആൻഡ് ഇവിടുത്തെ റെറ്റിന എങ്ങനെയായിരിക്കും ചോദിച്ചാൽ, ഇപ്പം ഞാൻ ലെറ്റ്സ് സേ ഇതാണ് നമ്മുടെ റെറ്റിന. ഓക്കെ എന്ന് വെച്ചോളൂ. അപ്പം റെറ്റിനയുടെ ഇടയ്ക്ക് വാട്ട് ഹാപ്പൻസ് ഇസ് ഫ്ലൂയിഡ് സ്വീപ്സ് ഇൻ. ഓക്കെ, ഫ്ലൂയിഡ് സ്വീപ്പൻ ചെയ്യും. സോ ഇങ്ങനെ ഇരിക്കേണ്ട റെറ്റിന ഓക്കെ കുറച്ച് ഇങ്ങനെ വരും. ഓക്കെ, സോ ബേസിക്കലി റെറ്റിന ഒരു കോൺവെക്സ് ഷേപ്പിലായിരിക്കും നമ്മൾ കാണുക. എന്താണ് ഒരു കോൺവെക്സ് ഷേപ്പിലായിരിക്കും കാണുക. ആൻഡ് ഓൾസോ കൊറുഗേറ്റഡ് അപ്പിയറൻസ് ഓഫ് ദ റെറ്റിന എന്നും കൂടെ അവർ തരും. കൊറുഗേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു കേർട്ടൻ ലൈക്ക് ഇങ്ങനെ കേർട്ടൻ ലൈക്ക് അപ്പിയറൻസ് ആയിരിക്കും റെറ്റിനയ്ക്ക്. ഓക്കെ, സോ ഇതൊക്കെ ബസ് വേർഡ്സ് ആണ്, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഗോ ഫോർ റെഗ്മാറ്റോജീനസ് RD. ഒന്നും കൂടെ, റെഗ്മാറ്റോജീനസ് റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് യൂഷ്വലി ഹൈ മയോപ്സിലായിരിക്കും. ഒരു ബ്ലാക്ക് കേർട്ടൻ അവരുടെ കണ്ണിൻ്റെ ഫ്രണ്ടിൽ വീണെന്ന് അവർ പറയും. ആൻഡ് വെൻ യു സീ ദ റെറ്റിന അത് കോൺവെക്സ് ഷേപ്പ് ആയിരിക്കും ബിക്കോസ് ഫ്ലൂയിഡ് വിൽ സ്വീപ്പ് ഇൻ ടു ദിസ് ഓക്കെ ബിറ്റ്വീൻ ദാറ്റ് പാർട്ട് ആൻഡ് it gives you a corrugated appearance also. Okay, see this picture here guys. This is your rhegmatogenous RD. Okay, rhegmatogenous retinal detachment. ഈ ഒരു പിക്ചർ ആയിരിക്കും മോസ്റ്റ്ലി അവർ തരിക. ഓക്കെ, എടാ വാട്ട് ഈസ് ദിസ് ട്രാക്ഷണൽ റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ്? സംഭവം സിമ്പിളാണ്. ഇവിടെ വാട്ട് ഹാപ്പൻസ് ഇസ് ട്രാക്ഷൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഫ്രിക്ഷൻ എന്നാണ് അർത്ഥം അല്ലേ? ഒരു ഫ്രിക്ഷൻ അല്ല, ഒരു പുള്ളെന്നാണ് എൻ്റെ അർത്ഥം ആക്ച്വലി. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ഹിയർ ദ ഫൈബ്രസ് ബാൻഡ്സ് നമ്മുടെ വിട്രസിനകത്ത്, ഇതാണല്ലോ വിട്രസ്. ഓക്കെ, ബാക്കിലാണ് വിട്രസിൽ ഹെമറേജ് ഉണ്ടാവാറുണ്ട്. പല കാരണങ്ങളാൽ ഉണ്ടാവാം, ലൈക്ക് ഡയബറ്റിസ്, CRVO, കുറേ കാരണത്താൽ ഒരു വിട്രസ് ഹെമറേജ് ഉണ്ടായാൽ ഈ വിട്രസ് ഹെമറേജ് കാരണം കുറച്ച് ബാൻഡ്സ് എന്താടാ ഫ്യൂ ഫൈബ്രസ് ബാൻഡ്സ് ആർ ഫോംഡ്. ഓക്കെ, ഈ ബാൻഡ്സ് എന്ത് ചെയ്യുമെന്ന് അറിയാടാ? ദേ വിൽ പുൾ ദ റെറ്റിന. സോ ഇവിടെയാണല്ലോ റെറ്റിന ഉള്ളത്. Let me draw it with this is a retina, no? Okay, so these bands will pull the retina. Okay, and this pull causes a tear. All right, so this is called as tractional retinal detachment. Now next is about exudative RD, exudative retinal detachment. അതുണ്ടാവുന്നത് യൂഷ്വലി ഒരു കണ്ണിനൊരു ഇൻഫ്ലമേറ്ററി ഡിസീസ്. അപ്പോൾ ഇറ്റിയോളജി എന്താണെന്ന് ചോദിച്ചാൽ കണ്ണിൻ്റെ പല അസുഖങ്ങൾ കാരണം എക്സുഡേറ്റീവ് RD ഉണ്ടാവാം. ലൈക്ക് ലെറ്റ് us say ട്യൂമേഴ്സ്. ഓക്കെ, ട്യൂമേഴ്സ് കാരണം ഉണ്ടാവാറുണ്ട്, വാസ്കുലൈറ്റിസ് കാരണം ഉണ്ടാവാറുണ്ട്. സോ ഇവിടെ വൺ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇസ് ദർ ഇസ് എ ഷിഫ്റ്റിംഗ് ഫ്ലൂയിഡ് ഫിനോമിന സീൻ. എന്താടാ ഷിഫ്റ്റിംഗ് ഫ്ലൂയിഡ് ഫിനോമിന എന്ന് പറഞ്ഞാൽ ആ പേഷ്യൻ്റ് തല അനക്കുമ്പോഴത്തേക്കും ഈ ഫ്ലൂയിഡും കൂടെ മാറും. ഓക്കെ, ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു ക്യാച്ച് വേർഡ് ഉണ്ടെങ്കിൽ യു മസ്റ്റ് മാർക്ക് എക്സുഡേറ്റീവ് റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ്. ഇതിൽ നിന്ന് അത്രയും പഠിച്ചാൽ മതി. ഓക്കെ, now one question to you, one liners ആണെടാ. മെച്യൂർ ഇൻറ്റ്യൂമസെൻറ്റ് കാറ്ററാക്റ്റിൽ എന്താടാ മെച്യൂർ ഇൻറ്റ്യൂമസെൻറ്റ് കാറ്ററാക്റ്റിൽ എന്ത് തരം ഗ്ലോക്കോമയാണ് ഉണ്ടാവുക? ടെൽ മീ ഗൈസ്. The answer is actually നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇറ്റ് ഈസ് ഫേക്കോമോർഫിക്. വാട്ട് ഇസ് ഇറ്റ്? ഫേക്കോമോർഫിക് ഗ്ലോക്കോമ. ഓക്കെ, ഈ മെച്യൂർ ഇൻറ്റ്യൂമസെൻറ്റ് കാറ്ററാക്റ്റിൽ വാട്ട് ഹാപ്പൻസ് ഇസ് ഇറ്റ്സ് ആക്ച്വലി ലെൻസ് ഇൻഡ്യൂസ്ഡ് ഗ്ലോക്കോമയാണ്. ഓക്കെ, ലെൻസിൻ്റെ പ്രോബ്ലം കാരണം ഉണ്ടാകുന്ന ഗ്ലോക്കോമയാണ്. ഈ ലെൻസ് സ്വോളൺ ആയിട്ട് ഇറ്റ് വിൽ പുഷ് ദി ഐറിസ് ഫോർവേഡ്. അപ്പം ഐറിസിനെ ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്യുമ്പോഴത്തേക്കും ഐ എം ജസ്റ്റ് നോട്ട് ഡ്രോയിങ് ഇറ്റ്. ഓക്കെ, ഇൽ ടേക്ക് ടൈം. സോ ഇറ്റ് വിൽ ബ്ലോക്ക് ദി ആംഗിൾ ഓഫ് anterior chamber and then phacomorphic glaucoma. Okay, now guys, hyper mature Morgagnian കാറ്ററാക്റ്റിനകത്ത് ഒരു ഗ്ലോക്കോമ ഉണ്ടാവും. ബേസിക്കലി ഇവിടെ എന്താ പറ്റുന്നറിയോ? ലെൻസിനകത്തുള്ള പ്രോട്ടീൻസൊക്കെ ഇറ്റ് ജസ്റ്റ് കം ഔട്ട് ത്രൂ ദ ക്യാപ്സ്യൂൾ ആൻഡ് ഗെറ്റ് ഡെപ്പോസിറ്റഡ് ഇൻ ദ ആംഗിൾ ഓഫ് ദ ആൻറ്റീരിയർ ചേമ്പർ. ഓക്കെ, സോ ആൻഡ് ഇറ്റ് വിൽ ബ്ലോക്ക് ദി ആംഗിൾ ഓഫ് ആൻറ്റീരിയർ ചേമ്പർ. സോ ലെൻസ് പ്രോട്ടീൻസ് വന്നിട്ട് ഈ ആംഗിൾ ഓഫ് ആൻറ്റീരിയർ ചേമ്പറിലിരിക്കും. സോ ദ
aqueous humor cannot be drained. Okay, so ഇങ്ങനെ hypermature morgagnian cataract എന്ത് തരം ഗ്ലോക്കോമ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതൊക്കെ വൺ ലൈനേഴ്സ് ആണ്. ഓക്കെ, ഇത് അവർ ക്വസ്റ്റനിൽ തരും. hypermature morgagnian cataract, it causes phacolytic glaucoma. Okay. Okay, now one more question. Lish nodules നിങ്ങൾ എവിടെയാണ് കാണുക? Lish nodules are seen in neurofibromatosis 1. Okay. Now different types of blindness ഉണ്ടടാ. നമുക്ക് എക്കോണമിക് ബ്ലൈൻഡ്നെസ് അതിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് വെച്ചാൽ വിഷ്വൽ ഫീൽഡ് അക്വിറ്റി ലെസ് ദാൻ 6/60 ആണ്. ഓക്കെ, പിന്നുള്ളത് നമുക്ക് സോഷ്യൽ ബ്ലൈൻഡ്നെസ് ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം എങ്ങനെ പഠിക്കണമെന്ന്. ലൈക്ക് ഒരു കോഡുണ്ട്. എനിവേ, സോഷ്യൽ ബ്ലൈൻഡ്നെസ് ഇസ് ലെസ് ദാൻ 3/60. വിഷ്വൽ അക്വിറ്റിയാണ് ഞാൻ എഴുതുന്നത്. പിന്നെ മാനിഫെസ്റ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. മാനിഫെസ്റ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ലെസ് ദാൻ 1/60. ഇനി നിങ്ങൾ എങ്ങനെ ഇത് കാണാപ്പാടം പഠിക്കും നോക്കട്ടെ. എക്കോണമിക് ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 6/60. ഇപ്പോൾ ഈ എന്ന് ഞാൻ എഴുതിയേക്കുന്ന കണ്ടോടാ, ഐ എം ജസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്, എക്കോണമിയുടെ ഓക്കെ, ഞാനത് 6 ആക്കി മാറ്റാൻ പോവാണ്. ഓക്കെ, നീ മറക്കില്ലല്ലോ. ഓക്കെ, ഇനി സോഷ്യൽ ബ്ലൈൻഡ്നെസ് എസ്സിനെ തിരിച്ചിട്ടാൽ ബേസിക്കലി നിങ്ങൾക്ക് ഏകദേശം 2 പോലെ കിട്ടും. പക്ഷേ ജസ്റ്റ് റിമെമ്പർ 3 ആൻഡ് എസ് ലുക്ക് സം വാട്ട് സെയിം. ഓക്കെ, അങ്ങനെ ഓർത്തിരിക്കുക. ഫൈൻ. സോ സോഷ്യൽ ബ്ലൈൻഡ്നെസ് ഇസ് 3/60, ലെസ് ദാൻ 3/60. മാനിഫെസ്റ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1/60. സോ നിങ്ങൾക്ക് എന്ത് കിട്ടണമെങ്കിലും നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യണം അല്ലേ, നമ്മൾ ചിന്തിക്കണം. സോ ബേസിക്കലി ഒരു വട്ടമെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യാതെ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ എന്തെങ്കിലും നടക്കും ഇല്ല. സോ വി ഹാവ് ടു കീപ്പ് ഓൺ മാനിഫെസ്റ്റിംഗ് തിങ്സ്. അതാണ് മാനിഫെസ്റ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1/60. ഓക്കെ, അറ്റ്ലീസ്റ്റ് വൺസ് യു ഷുഡ് മാനിഫെസ്റ്റ് വാട്ട് യു വാണ്ട് ഇൻ ലൈഫ് അല്ലേ, ദെൻ ദി യൂണിവേഴ്സ് വിൽ ബി വിത്ത് യു. സോ സിമിലർലി മാനിഫെസ്റ്റ് ബ്ലൈൻഡ്നെസ് ഇസ് ലെസ് ദാൻ 1/60. Now one more question. Most common intraorbital tumor in adults എന്താന്ന് ചോദിച്ചാൽ what will be your answer? Very good, it is cavernous hemangioma. Okay. Now hypermetropia ഉള്ള ഒരാളിൽ നിങ്ങൾ ഈസോട്രോപ്പിയാണോ അതോ എക്സോട്രോപ്പിയാണോ കാണുക? ഹൈപ്പോമെട്രോപ്പിയയിൽ So I'm drawing the eyes here. Okay, this is a nose. Hypermetropia, there is basically, guys, remember, there is esotropia. Kanna agathekku mookinte side lege pom. Okay, so hypermetropia causes what? Esotropia. Okay, whereas myopia causes exotropia. Okay, so remember, I'll tell you a code to memorize it. Okay, hypermetropia T ganda. Okay, so just remember, it is, let's say the pupils will move towards the nose. ഓക്കെ, സോ ടുവേർഡ്സ് നോസിനെയാണ് നമ്മൾ എന്താ ഈസോട്രോപ്പിയ. ഇപ്പോൾ പ്യൂപ്പിൾ ഇങ്ങനെ വരുവാണെങ്കിൽ അതിനെ നമ്മൾ ഈസോട്രോപ്പിയ എന്ന് പറയും അല്ലേ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ്. നൗ അഗൈൻ വൺ മാർക്ക് ക്വസ്റ്റ്യൻ. സ്ക്വിൻറ്റിനകത്ത് അഗൈൻ കുറച്ച് വൺ ലൈനേഴ്സ് അവർ ചോദിക്കും. വാട്ട് ഈസ് ഹെറിങ്സ് ലോ? ഓക്കെ, ഹെറിങ്സ് ലോയിൽ ജസ്റ്റ് റിമെമ്പർ വൺ തിങ്, മഗ് ഇറ്റ് അപ്പ്. ഓക്കെ, സെക്കൻഡറി ഡീവിയേഷൻ ഇസ് മോർ ദൻ പ്രൈമറി ഡീവിയേഷൻ. അതാണ് ഹെറിങ്സ് ലോ. Okay, so in the detail we'll learn later. Just remember Hering's law എന്താണ്? That is secondary deviation is more than primary deviation. Okay. ഓക്കെ, നമ്മുടെ കണ്ണ് അടയ്ക്കാൻ പറ്റുന്നത് നമ്മുടെ ഏത് മസിലാണ് അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ടു ക്ലോസ് ദി ഐസ്? ദാറ്റ് ഈസ് ഓർബിക്കുലാരിസ് ഒക്യുലൈ. ഓക്കെ, ഇറ്റ് ഈസ് സപ്ലൈഡ് ബൈ വിച്ച് നെർവ് ഗൈസ്? ബൈ ദ 7th nerve. നൗ ഇതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ കണ്ണ് നമുക്ക് ശരിക്കും അടയ്ക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ആ ഒരു കണ്ടീഷനെ പറയുന്ന പേരാണ് എന്ത്? വെരി ഗുഡ്, ലാഗ് ഓഫ് താൽമോസ്. ഓക്കെ. Okay, so meibomian glands എന്താണെന്ന് അറിയാം. We have to know the glands of eyelids. First thing is meibomian glands. Okay, they are located away from the lid margin. So ഇതാണ് നമ്മുടെ lid margin എങ്കിൽ ഇത് ഓക്കെ, നമ്മുടെ meibomian glands they are away from the lid margin. Okay, fine. And at the lid margin നമുക്കുള്ള glands ആണ് എന്താടാ? C's. Okay, gland of C's ആണ് at the lid marginലാണ് gland of C's ഉള്ളത്. Okay. Now diseases of the eyelids the first is external hordeolum അല്ലെങ്കിൽ stye. Okay, so external hordeolum stye usually ഇതാണ് question ആയിട്ട് വരാം. ഇവിടെ it is basically the acute infection of which gland? C's glandന്റെ acute infection ആണ് external hordeolum. So കണ്ണിനകത്ത ഇവിടെ ഇങ്ങനെ ഓക്കെ, സീസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഐലിഡ് സർഫസിലാണ് സീസ് ഗ്ലാൻഡ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഇൻഫ്ലമേഷനായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ലെറ്റ് മീ ജസ്റ്റ് ഡ്രോ ഇറ്റ് അഗൈൻ. ഈ ഭാഗം ഐലിഡിനകത്ത് ഒരു ഇൻഫ്ലമേഷനായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ അതാണ് എക്സ്റ്റേണൽ ഹോഡിയോളം അല്ലെങ്കിൽ സ്റ്റൈ. ഓക്കെ, പ്രോബ്ലം എവിടെയാണ്? സീസ്. അപ്പം സീസ് സ്റ്റൈ. ഓക്കെ, അത് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ആ ഫോളിക്കിൾ, അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന ഒരു ഹെയർ ഫോളിക്കിൾ ഉണ്ടാവില്ല, ആ ഫോളിക്കിൾ നമ്മളങ്ങ് പ്ലക്ക് ചെയ്ത് കളയുക. സോ അതിനെയാണ്
എപ്പിലേഷൻ എന്ന് പറയുക. എന്താടാ? എപ്പിലേഷൻ എന്ന് പറയുക. ദാറ്റ് ഇസ് റിമൂവൽ ഓഫ് ദി ഇൻവോൾവ്ഡ് ഐലാഷ്. ഓക്കെ, ആൻഡ് പിന്നെ അവിടെ ഹോട്ട് കംപ്രസ് വെച്ച് കൊടുക്കാം, ആൻറ്റിബയോട്ടിക്സ് കൊടുക്കാം, പെയിൻ റിലീവേഴ്സ് കൊടുക്കാം. ഓക്കെ, സോ ദാറ്റ് ഇസ് യുവർ എക്സ്റ്റേർണൽ ഹോഡിയോളം ഓർ സ്റ്റൈ. എടാ, നെക്സ്റ്റ് വൺ ഇസ് ഇൻറ്റേർണൽ ഹോഡിയോളം. ഇൻറ്റേർണൽ ഹോഡിയോളം യൂഷ്വലി അവർ ചോദിക്കത്തില്ല, ബട്ട് ജസ്റ്റ് ഇറ്റ് ഈസ് ദി അക്യൂട്ട് ഇൻഫെക്ഷൻ ഓഫ് വാട്ട് യു നോ, മെബോബിയൻ ഗ്ലാൻഡിൻ്റെ അക്യൂട്ട് ഇൻഫെക്ഷനാണ് നമ്മുടെ ഇൻറ്റേർണൽ ഹോഡിയോളം. ഞാൻ പറഞ്ഞു മെബോബിയൻ ഗ്ലാൻഡ് എവിടെയാണ്? ഇറ്റ് ഈസ് ലിറ്റിൽ അവേ ഫ്രം ദി ലിഡ് മാർജിൻ അല്ലേ. അപ്പം ഈ ലിഡ് മാർജിൻ്റെ കുറച്ച് മേലെയായിട്ട് ഒരു സ്വെല്ലിംഗ് പോലെ ഉണ്ടാവും, അതാണ് നമ്മുടെ ഇൻറ്റേർണൽ ഹോഡിയോളം. ഓക്കെ, വളരെ പെയിൻഫുൾ ആയിരിക്കും, അവർക്ക് തൊടുമ്പോൾ തന്നെ വേദനയുണ്ടാവും. ഓക്കെ, സോ എക്സ്റ്റേണൽ ആയാലും ഇൻറ്റേർണൽ ഹോഡിയോളം ആയാലും രണ്ടും പെയിൻഫുൾ ആണ്. ഓക്കെ, ബിക്കോസ് രണ്ടും ഇൻഫെക്ഷൻ ആണ്. ഓക്കെ, ആൻഡ് ഇവിടെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഐലാഷസ് ഒന്നും ഇൻവോൾവ് അല്ല. ബേസിക്കലി ഐലിഡിൻ്റെ കുറച്ച് ദൂരെയാണ് ഒരു സ്വെല്ലിംഗ് ഉള്ളത്. സോ ഇവിടെ വാട്ട് യു ഗിവ് ഇസ് ജസ്റ്റ് ഗിവ് ഹോട്ട് കംപ്രസ്. ഓക്കെ, ആൻഡ് യു കെൻ ഗിവ് ആൻറ്റിബയോട്ടിക്സ് ഓൾസോ. ഇതാണ് ഇൻറ്റേർണൽ ഹോഡിയോളം. യൂഷ്വലി ദി ഡു നോട്ട് ആസ്ക് ദിസ്. പിന്നുള്ളത് ഓക്കെ, വാട്ട് ഈസ് കെലാസിയോൺ? കെലാസിയോൺ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എപ്പോഴും ചോദിക്കും. ഇതൊരു പെയിൻലെസ് സ്വെല്ലിംഗ് ആണ്. ഇവിടെ ഏത് ഗ്ലാൻഡ് ആണ് ഇൻവോൾവ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ബേസിക്കലി ദ ക്രോണിക് ഇൻഫ്ലമേഷൻ. ഓക്കെ, എന്താണ്? ക്രോണിക് ഇൻഫ്ലമേഷൻ, okay, of the meibomian gland. I'm just writing M. So it is a chronic inflammation of the meibomian gland. Chronic ആയതുകൊണ്ട് തന്നെ അവിടെ it becomes granulomatous. Okay, കുരുകുരായിരിക്കും. ആൻഡ് യൂഷ്വലി അവിടെ ഇറ്റ്സ് വെരി നോൺ ടെൻഡർ. പെയിൻ ഒന്നും കാണത്തില്ല, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട് നേരത്തെ. അപ്പോൾ അവിടെ തൊടുമ്പോൾ അവർക്ക് പെയിൻ ഉണ്ടാവുക. കെലാസിയോണിൽ പെയിൻ ഉണ്ടാവത്തില്ല കേട്ടോ. ദർ ഇസ് നോ പെയിൻ, ഇറ്റ്സ് നോൺ ടെൻഡർ. ഓക്കെ, ആൻഡ് ദ ട്രീറ്റ്മെൻറ്റ് ഹിയർ ഇസ്, സിൻസ് ഇറ്റ് ഇസ് ക്രോണിക് ഇൻഫെക്ഷൻ, വാട്ട് ഇസ് ദ ട്രീറ്റ്മെൻറ്റ് ദാറ്റ് യു ഗിവ് ഇൻ കെലാസിയോൺ? ടെൽ മീ. ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഇൻസിഷൻ ആൻഡ് ക്വരറ്റാജ് ചെയ്യാം. ഇൻസിഷൻ ആൻഡ് ക്വരറ്റാജ്, ആൻഡ് അതിനുശേഷം വി ക്യാൻ ഓൾസോ ഗിവ് ദിസ് ഇൻട്രാലീഷണൽ സ്റ്റെറോയിഡ് ഇഞ്ചക്ഷൻസ് നമുക്ക് കൊടുക്കാം. ബട്ട് ഇനീഷ്യലി ഫസ്റ്റ് തിങ് വാട്ട് യു ഡു ഇസ് ഇൻസിഷൻ ആൻഡ് ക്വരറ്റാജ്. ഓക്കെ, വൺ തിങ് ഇമ്പോർട്ടൻറ്റ്, ഇപ്പം കെലാസിയോണിൽ ഞാൻ പറഞ്ഞില്ലേ ഇൻസിഷൻ ആൻഡ് ക്വരറ്റാജ് ചെയ്യുക. ഇവിടെ നമ്മൾ വേർട്ടിക്കൽ ഇൻസിഷൻസ് ആണ് ചെയ്യുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, അവർ ചോദിച്ചിട്ടുണ്ട്. നമ്മളപ്പം ഇൻസൈസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? വി ഹാവ് ടു ഗോ ഫോർ വേർട്ടിക്കൽ ഇൻസിഷൻസ്. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ്, ഓക്കെ, now tell me what is madarosis. ഓക്കെ, madarosis എന്താണ്? ലോസ് ഓഫ് ഐലാഷസ്. ഓക്കെ, അതാണ് മാഡറോസിസ്. വാട്ട് ഇസ് പോളിയോസിസ് ഗൈസ്? പോളിയോസിസ് എന്ന് പറഞ്ഞാൽ ഗ്രേയിങ് ആണ്. ഓക്കെ, ഗ്രേയിങ് ഓഫ് ദി ഐലാഷസ് ഇസ് പോളിയോസിസ്. ഓക്കെ, now guys remember Marfan syndrome-നകത്ത് how are the lens? I'm sure all of you know it. Marfan syndrome-നകത്ത് it is up and out. Lens up and out ആണ്. Okay, that is supero temporal displacement ആണ് കേട്ടോ. അപ്പ് ആൻഡ് ഔട്ട്, സുപ്പീരിയോ ടെമ്പോറൽ. വേറാസ് ഹോമോസിസ്റ്റിന്യൂരിയൽ നേരെ തിരിച്ചാണ്, വിച്ച് ഇസ് ഇൻഫീരിയോ നേസൽ. ഓക്കെ, നെക്സ്റ്റ് വൺ വെരി ഇമ്പോർട്ടൻറ്റ്, ദാറ്റ് ഇസ് VKC. വാട്ട് ഇസ് VKC? ഞാൻ ഫുൾ ഫോം എഴുതുന്നില്ല. ഇറ്റ് ഈസ് വെരി ഗുഡ്. ഓക്കെ, വെർണൽ കെരാറ്റോ കൺജങ്ക്റ്റിവൈറ്റിസ്. ഓക്കെ, ബേസിക്കലി ഇതൊരു അലർജി കാരണം ഉണ്ടാവുന്ന കൺജങ്ക്റ്റിവൈറ്റിസ് ആണ്. ഇറ്റ് ഈസ് അലർജിക് കൺജങ്ക്റ്റിവൈറ്റിസ്. ആരിലാണിത് കാണുക? വി സീ ഇറ്റ് ഇൻ 5 to 15 years ബോയ്സിലാണ് നമ്മൾ VKC കാണുക. ഇറ്റ്സ് ഓൾസോ കോൾഡ് എ സ്പ്രിംഗ് കട്ടർ. ഓക്കെ, നൗ ഇതൊരു ഏത് ടൈപ്പ് ഓഫ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് type 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ. സോ ബേസിക്കലി ഓക്കെ, അവസാനം നമുക്ക് കോഡ് പറയാം. ഓക്കെ, ആൻഡ് ദെൻ ക്ലിനിക്കൽ ഫീച്ചേഴ്സിൽ ഐസ് ഭയങ്കര ഇച്ചി ആയിരിക്കും, വളരെ റെഡ് ആയിരിക്കും, വാട്ടറിങ് ഉണ്ടാവും. ഓക്കെ, റെഡ്നെസ് ഉണ്ടാവും. ഓൾറൈറ്റ്, ആൻഡ് ലോട്ട് ഓഫ് റബ്ബിങ് ഓഫ് ദി ഐസ് ഉണ്ടാവും. ഓക്കെ, ബിക്കോസ് ഓഫ് അലർജി. ആൻഡ് സൈൻസ് എന്താണ് എന്ന് ചോദിച്ചാൽ, ഓക്കെ, നിങ്ങൾ എന്തായിരിക്കും VKCനകത്ത് കാണുന്നത്? കൺജങ്ക്ടൈവ. ഓക്കെ, ഫസ്റ്റ് തിങ് ഇറ്റ് ലുക്സ് ലൈക്ക് എ കോബിൾ സ്റ്റോൺ. ഓക്കെ, കോബിൾ സ്റ്റോൺ അപ്പിയറൻസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. നമ്മുടെ ഈ ജസ്റ്റ് സീ എ പിക്ചർ ഇൻ ദി ഇൻ്റർനെറ്റ്, യു വിൽ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഈ നമ്മുടെ റോഡ്സിലൊക്കെ, നമ്മുടെ റോഡ്സ് അല്ല, ഇന്ത്യൻ റോഡ്സ് അല്ല, ബട്ട് ഔട്ട് സൈഡ് ആണോ യു ക്യാൻ സീ ലോട്ട് ഓഫ് സ്റ്റോൺസ് ഇങ്ങനെ വെച്ചേക്കുന്നത് കണ്ടില്ലേ? അതിനെയാണ് കോബിൾ സ്റ്റോൺ അപ്പിയറൻസ് എന്ന് പറയുക. ഓക്കെ, ആൻഡ് ദെൻ അനദർ സൈൻ ദറ്റ് യു സീ ഇസ് ഹോണോട്രാൻഡ സ്പോട്ട്സ്. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് കുറേ വട്ടം ചോദിച്ചിട്ടുണ്ട്. ട്രാൻഡ സ്പോട്ട്സ് അത് എവിടെയാണ് കാണുന്നത്? VKCനകത്താണ്. ഓക്കെ, ആൻഡ് ദെൻ കുറേ പാപ്പിലേസ് ഉണ്ടാവാറുണ്ട്. ആൻഡ് ദെൻ സ്പെസിഫിക് കൈൻഡ് ഓഫ് അൾസർ കോൾഡ് എസ് ഷീൽഡ് അൾസേഴ്സ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, സോ ബേസിക്കലി ഈ വാക്കുകളൊക്കെ ഓർത്തിരിക്കുക. ഇതൊക്കെ വന്നാൽ യുവർ ഡയഗ്നോസിസ് ഷുഡ് ബി VKC. ഓക്കെ, type 1 എന്ന് ഓർത്തിരിക്കേണ്ട. C ഇറ്റ്സ് ഓൾസോ കോൾഡ് എസ് അലർജിക് കൺജക്റ്റിവൈറ്റിസ്. A ഇസ് ദ ഫസ്റ്റ് ആൽഫബറ്റ് അല്ലേ? അപ്പോൾ ഇറ്റ് ഇസ് type 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി. ബോയ്സിലാണിത് കാണുക. 5 to 15 years
ഓഫ് ബോയ്സിൽ കോബിൾ സ്റ്റോൺ അപ്പിയറൻസ്, ഹോണർ ട്രാൻഡർ സ്പോട്സ്, ഷീൽഡ് അൾസർ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദേ മൈറ്റ് ഗിവ് യു ദ ക്വസ്റ്റ്യൻ ആൻഡ് ദെൻ ആസ്ക് യു വാട്ട് ഇസ് എ ഡയഗ്നോസിസ്. സോ VKC. ഓക്കെ, നമ്മുടെ ഫോട്ടോ റിസെപ്റ്റേഴ്സിൽ റോഡ്സ് ആണോ കോൺസ് ആണോ കൂടുതൽ? റോഡ്സ് ആണ് കൂടുതൽ കേട്ടോ. റോഡ്സ് ആർ മോർ കോമൺ, ഇൻ നമ്പർ ദാൻ കോൺസ്. സോ ഇങ്ങനെ ഓർത്തിരിക്കുക, റോഡ്സ് ആർ മോർ കേട്ടോ. റോഡ്സ് ആർ മോർ. ഇപ്പോൾ കോഡായല്ലോ. ഓക്കെ, സോ ഇതൊരു ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് നെക്സ്റ്റ് ഇസ് കോൺസ് മാക്സിമം നിങ്ങൾ എവിടെയാണ് കാണുക? കോൺസ് ആർ പ്രസൻറ്റ് ഇൻ ദ ഫോവിയ. ഓക്കെ, സോ റിമെമ്പർ ഐസ്ക്രീം കോൺസ്. ഓക്കെ, ഐസ്ക്രീം കോൺസ് എല്ലാവരുടെയും ഫേവറേറ്റ് അല്ലേ? സോ ഐസ്ക്രീം കോൺ ഫേവറേറ്റ്. കോൺസ് ആർ മാക്സിമം പ്രസൻറ്റ് ഇൻ ഫോവിയ. ഓക്കെ, ആൻഡ് ഓൾസോ ഫോവിയ ആണ് മോസ്റ്റ് ലൈറ്റ് സെൻസിറ്റീവ് ഏരിയ ഓഫ് ദ റെറ്റിന. റെറ്റിനയിലെ ഏറ്റവും ലൈറ്റ് സെൻസിറ്റീവ് ഏരിയ ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തെഴുതും? ദാറ്റ് ഈസ് ഫോവിയ. ഓക്കെ, റിമെമ്പർ ഡയബറ്റീസിനകത്ത് റെറ്റിനയിൽ കോട്ടൺ വൂൾ സ്പോട്ട്സ് കാണാറുണ്ട്. ഓക്കെ, എന്താണ് കോട്ടൺ വൂൾ സ്പോട്ട്സ് കാണാറുണ്ട്? എന്താണ് ഈ കോട്ടൺ വൂൾ സ്പോട്ട്സ്? ഹു വിൽ ടെൽ മീ? ബേസിക്കലി ഇത് റെറ്റിനൽ ഇൻഫാക്സിനെയാണ്. ഓക്കെ, റെറ്റിനയുടെ ഏരിയയിൽ ചില ഏരിയകളിൽ ബ്ലഡ് സപ്ലൈ കുറയും ഡയബറ്റീസ് ഉള്ളവർക്ക്. അപ്പോൾ അതുകൊണ്ട് അതിനെയാണ് കോട്ടൺ വൂൾ സ്പോട്ട്സ് എന്ന് പറയുക. ഓക്കെ, എവിടെയാണ് ഈ കോട്ടൺ വൂൾ സ്പോട്ട്സ് കാണുക? ഇറ്റ് ഈസ് സീൻ ഇൻ ദി നെർവ് ഫൈബർ ലെയർ. ഓക്കെ, സോ നിങ്ങൾ എങ്ങനെ ഓർത്തിരിക്കുമെന്ന് അറിയാടാ. കോട്ടൺ ഒരു ഫൈബറാണ് അല്ലേ? ഫൈബറാണ്. സോ ഇറ്റ് ഈസ് കോട്ടൺ വൂൾ സ്പോട്ട്സ് ആർ സീൻ ഇൻ ദ നെർവ് ഫൈബർ ലെയർ. Next one we'll talk about what CRAO, Central Retinal Artery Occlusion. Okay, ഇവിടെ patient comes with sudden ആയിട്ട് ലോസ് ഓഫ് വിഷൻ എന്നായിരിക്കും പേഷ്യൻറ്റ് പറയുക. സഡൻ ലോസ് ഓഫ് വിഷൻ. പെയിൻഫുൾ ആയിരിക്കുമോ പെയിൻലെസ് ആയിരിക്കുമോ? പറയൂ. CRAOനകത്ത് ഇറ്റ് ഈസ് പെയിൻലെസ്. ഓക്കെ, ഒട്ടും പെയിൻ ഇല്ലാതെ സഡൻ ലോസ് ഓഫ് വിഷൻ ആയിരിക്കും. ഓക്കെ, ആൻഡ് ഇവിടെ the sign is cherry red spot. very important. cherry red spot എവിടെയാണ് കാണുന്നതെന്ന് ചോദിച്ചാൽ യു മസ്റ്റ് സേ ഇറ്റ് ഈസ് ഇൻ CRAO. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പിന്നെ അനദർ സൈൻ ഇസ് ഈ ബ്ലഡ് വെസൽസ് ഒക്കെ ഇഫ് യു ഒബ്സർവ് കെയർഫുള്ളി യു ക്യാൻ സീ സെഗ്മെൻറ്റേഷൻ. ബ്ലഡ് വെസൽസിൽ സെഗ്മെൻറ്റേഷൻ കാണാൻ കഴിയും. സോ അതിനെയാണ് കാറ്റിൽ ട്രാക്ക് സൈൻ എന്ന് പറയുക. എന്താണ് കാറ്റിൽ ട്രാക്ക് സൈൻ? സോ ഇത് പഠിച്ചില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് റിമെമ്പർ ചെറി റെഡ് സ്പോട്ട് ദാറ്റ് ഇസ് സീൻ ഇൻ CRAO. വെരി ഇമ്പോർട്ടൻറ്റ്. Okay, next one is CRVO, that is Central Retinal Vein Occlusion. ഇവിടെയും സെയിം തിങ് ആണ്. സഡൻ ലോസ് ഓഫ് വിഷൻ ആയിരിക്കും. ആൻഡ് the fundoscopy, the fundus signs that will show you splashed tomato appearance. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സ്പ്ലാഷ്ഡ് ടൊമാറ്റോ അപ്പിയറൻസ് എവിടെയാണ് കാണുക? ഇറ്റ് ഈസ് സീൻ ഇൻ സെൻട്രൽ റെറ്റിനൽ വെയിൻ ഒക്ലൂഷൻ. അവിടെയാണ് സ്പ്ലാഷ്ഡ് ടൊമാറ്റോ അപ്പിയറൻസ്. എന്തുകൊണ്ടാണ് ഈ സ്പ്ലാഷ് ടൊമാറ്റോ അപ്പിയറൻസ് കാണുന്നത്? ഇതാരും ചോദിക്കത്തില്ല, ജസ്റ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ. ഡ്യൂ ടു റപ്ചർ ഓഫ് കാപ്പിലറീസ്. ഓക്കെ, കണ്ണിലെ കാപ്പിലറീസ് റപ്ചർ ആകുമ്പോഴാണ് CRVO ഉണ്ടാകുന്നത്. ഓക്കെ, next one is retinitis pigmentosa. Okay, retinitis pigmentosa it is a triad. ഒരു triad ആണ്. Okay, before telling that what is retinitis pigmentosa, അത് ഫോട്ടോ റിസെപ്റ്റർ സെൽസ് ഇല്ലേ? ഓക്കെ, നമ്മുടെ ഫോട്ടോ റിസെപ്റ്റർ സെൽസിൻ്റെ ഡിസ്ട്രോഫിയാണ്. ഓക്കെ, വാട്ട് ഹാപ്പൻസ് ഇസ് ഇവിടെ റോഡ്സിനാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ ദർ ഇസ് ഡാമേജ് ടു റോഡ്സ്. അതുകൊണ്ട് തന്നെ നൈറ്റ് വിഷൻ ഇങ്ങനത്തെ ആൾക്കാരിൽ പ്രശ്നമായിരിക്കും. അവർക്ക് നൈറ്റ് സമയത്ത് കാണാനായിട്ട് പറ്റില്ല, നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാവും. ഓക്കെ, ഫൈൻ. ആൻഡ് വാട്ട് ഈസ് എ ട്രയാഡ്? ട്രയാഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അവരെപ്പോഴും ചോദിക്കുന്നതാണ്. ദർ ഇസ് വാക്സി ഡിസ്ക് ഉണ്ടാവുന്നു. ആൻഡ് ദർ ഇസ് ആർട്ടീരിയോളാർ അറ്റിനുവേഷൻ. അറ്റിനുവേഷൻ്റെ അർത്ഥം എന്താണ്? ആർട്ടീരിയോളാർ അറ്റിനുവേഷൻ എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് സ്ട്രെങ്ത്. ഓക്കെ, അതിൻ്റെ ആ ഒരു ശക്തി, അതിൻ്റെ സ്ട്രെങ്ത് പോവും. ഓക്കെ, ആർട്ടീരിയോളാർ അറ്റിനുവേഷൻ. പിന്നുള്ളത് ബോണി സ്പെക്യൂൾസ് കാണാൻ പറ്റും. എന്താടാ? ബോണി സ്പെക്യൂൾസ് കാണാൻ പറ്റും. നമ്മൾ എങ്ങനെയാണ് റെറ്റിനൈറ്റിസ് പിഗ്മെൻറ്റോസ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ബൈ ERG. ഓക്കെ, ദാറ്റ് ഈസ് ദ ഇൻവെസ്റ്റിഗേഷൻ. ബേസിക്കലി ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ചോയ്സ് തന്നെ ERG ആണ്, ഇലക്ട്രോ റെറ്റിനോഗ്രാം. ഓക്കെ, ആൻഡ് റെറ്റിനൈറ്റിസ് പിഗ്മെൻറ്റോസ ഉള്ളവരിൽ വി ഓൾസോ ഗെറ്റ് ടു സീ സ്കോട്ടോമ. ഓക്കെ, സ്കോട്ടോമ. ഫൈൻ. നെക്സ്റ്റ്
The next one is Stargardt's disease. Stargardt's disease, see 2-3 points only you should know. ഇവിടെ the problem is with retinal pigment epithelium. Okay, retinal pigment epithelium disease ഒരു dystrophy കാരണമാണ് Stargardt's disease ഉണ്ടാവുക. And here, there is this, one second. There is a beaten bronze appearance of the macula. എന്താണ് beaten bronze appearance of the macula. And a photo I'm not showing you guys, just see it in Google. Okay, since it is a rapid revision, I'll just say the important points. Okay, so Stargardt's disease retinal pigment epithelium problem ആണ്. മാക്യുല എന്ത് അപ്പിയറൻസ് ആണ് തരുന്നത്? ഒരു ബീറ്റൻ ബ്രോൺസ് അപ്പിയറൻസ്, ഒരു ബ്രൗണിഷ് കളറായിരിക്കും മാക്യുല. ഓക്കെ, ഇങ്ങനത്തെ കുട്ടികൾ ചൈൽഡ്ഹുഡിലെ അവർക്ക് നേർജവെ കാണാൻ പറ്റത്തില്ല, ഒരു ചൈൽഡ്ഹുഡ് ഡിസീസാണ്. ഓക്കെ, ഫൈൻ. സോ ദാറ്റ്സ് അബൌട്ട് Stargardt's disease. Next one is Best disease. എന്താണ് ഈ Best disease? See, same thing, that is also dystrophy of the dystrophy of the retinal pigment epithelium. Okay, retinal pigment epithelium dystrophy ആണ് Best disease. അവർ ചോദിക്കുന്നത് ഇതായിരിക്കും, മാക്യുല എന്ത് അപ്പിയറൻസ് ആയിരിക്കും? ഓക്കെ, ദാറ്റ് ഈസ് എഗ് യോക്ക് അപ്പിയറൻസ് ഓഫ് ദ മാക്യുല. ഓക്കെ, ഓഫ് ദ മാക്യുല. സോ ഇതിൻ്റെ ഫോട്ടോ കാണണം കേട്ടോ, ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഒരു എഗ് യോക്ക് അപ്പിയറൻസ് ഞാൻ യെല്ലോയിൽ വരയ്ക്കാം. മാക്യുല ഒരു എഗ് യോക്ക് അപ്പിയറൻസ് ആയിരിക്കും തരിക. ഓക്കെ, സീ ദ ഫോട്ടോ, വെരി ഇമ്പോർട്ടൻറ്റ്. ഇതും റെറ്റിനൽ പിഗ്മെൻറ്റ് എപ്പിത്തീലിയം പ്രോബ്ലമാണ്. ബേസിക്കലി വാട്ട് ഹാപ്പൻസ് ഹിയർ ഇസ്, ഇവിടെ ലൈപ്പോഫ്യൂഷൻ പിഗ്മെൻറ്റ്സ് ഇല്ലേ? ഓക്കെ, ലൈപ്പോഫ്യൂഷൻ പിഗ്മെൻറ്റ്സ് ഗെറ്റ്സ് ഡെപ്പോസിറ്റഡ് ഇൻ ദ മാക്യുല. ഓക്കെ, ദാറ്റ് ഇസ് വൈ ദിസ് ബെസ്റ്റ് ഡിസീസ് അക്കർ. ഇനി നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഒന്നുമില്ല, ജസ്റ്റ് സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റേ ഉള്ളൂ. ഓക്കെ, സോ ഹൗ വിൽ യു മെമ്മറൈസ് ഇറ്റ്? ഇതെങ്ങനെ ഓർത്തിരിക്കും? സി, ഈറ്റിംഗ് eggs are very good for health അല്ലേ? പെർ ഡേ അറ്റ്ലീസ്റ്റ് 1 you should eat. അപ്പം eggs are the best nutritive food. ഓക്കെ, സോ egg yolk appearance നേരത്തെ PYQ ആണ് ചോദിച്ചിട്ടുണ്ട്. ഇറ്റ് is seen in Best disease. Okay, next we will learn few things about pupillary pathway. Okay, another see, just a words മാത്ര അറിഞ്ഞിരുന്നാൽ മതി to crack the questions. Marcus gun pupil ഇല്ലേ? എന്താടാ? ഓക്കെ, മാർക്കസ് ഗൺ പ്യൂപ്പിൾ എവിടെയാണ് കാണുന്നതെന്ന് ചോദിച്ചാൽ യു മസ്റ്റ് സേ, വൺ സെക്കൻഡ്, ദാറ്റ് ഈസ് സീൻ ഇൻ ലീഷൻസ് ഓഫ് ഒപ്റ്റിക് നെർവ്. ഓക്കെ, ഒപ്റ്റിക് നെർവിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ then what the patient gets is Marcus gun pupil or RAPD എന്ന് നമ്മൾ പറയും. ഓക്കെ, ദാറ്റ് ഈസ് RAPD ഫുൾ ഫോം എന്താണ്? റിലേറ്റീവ് അഫറൻറ്റ് പ്യൂപ്പിലറി ഡിഫെക്റ്റ്. ഓക്കെ, സോ RAPD is റിലേറ്റീവ് അഫറൻറ്റ് പ്യൂപ്പിലറി ഡിഫെക്റ്റ് ഓർ മാർക്കസ് ഗൺ പ്യൂപ്പിൾ. എവിടെയാണത് കാണുക? ഒപ്റ്റിക് നെർവിൻ്റെ പ്രോബ്ലം ഉണ്ടാകുമ്പോൾ. ഓക്കെ, ഹൗ വിൽ യു മെമ്മറൈസ് ഇറ്റ് ഗൈസ്? മാർക്കസ് ഗൺ, റിമെമ്പർ ജസ്റ്റ് ഗണ്ണിൻ്റെ N, I don't know if it helps. Okay, N, okay, and optic nerve is നെർവിൻ്റെ N. സോ അവരിങ്ങനെ ക്വസ്റ്റ്യൻസ് വരും, ഒപ്റ്റിക് ഹൈസ്മയിലാണോ പ്രോബ്ലം, ഒപ്റ്റിക് ട്രാക്റ്റിലാണോ പ്രോബ്ലം എന്നായിരിക്കും ക്വസ്റ്റ്യൻ. സോ മാർക്കസ് ഗൺ പ്യൂപ്പിൾ ഉണ്ടെങ്കിൽ ദ പ്രോബ്ലം ഇസ് ഇൻ N ഫോർ ഒപ്റ്റിക് നെർവിലാണ് പ്രോബ്ലം. ഓക്കെ, ഇവിടെ വൺ മോർ തിങ് യു ഷുഡ് നോ, ദാറ്റ് ഇൻ മാർക്കസ് ഗൺ പ്യൂപ്പിളിനകത്ത് വി ഡു എ ടെസ്റ്റ് കോൾഡ് ആസ് സ്വിങ്ങിങ് ഫ്ലാഷ് ലൈറ്റ് ടെസ്റ്റ്. ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പഠിക്കേണ്ട, ജസ്റ്റ് റിമെമ്പർ ദിസ് വേർഡ്, സ്വിങ്ങിങ് ഫ്ലാഷ് ലൈറ്റ് ടെസ്റ്റ്. എവിടെയാണ് കാണുക, അല്ലെ എവിടെയാണ് നമ്മൾ ചെയ്യുക? ദാറ്റ് ഈസ് ഇൻ മാർക്കസ് ഗൺ പ്യൂപ്പിൾ. ഓക്കെ, now one point about Horner syndrome. Okay, Horner syndrome, what is the other name for it? It is called as oculosympathetic palsy. So it's called as oculosympathetic palsy. ഇവിടെ ഏത് പാത്വേ ആണ് എഫക്റ്റഡ് എന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ആസ് എ നെയിം സജസ്റ്റ്, ദ സിമ്പത്തറ്റിക് പാത്വേ ഇസ് എഫക്റ്റഡ് ഹിയർ. കേട്ടോ, ദ സിമ്പത്തറ്റിക് പാത്വേ ഇസ് എഫക്റ്റഡ് ഹിയർ. ഈസി. The next one is about in Horner syndrome. No, അതിൻ്റെ വാട്ട് ഈസ് എ ട്രയാഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് മയോസിസ് ഉണ്ടാവും ഇങ്ങനത്തെ ആൾക്കാരിൽ, അല്ലേ? മയോസിസ് ഉണ്ടാവും. രണ്ടാമത് ദർ ഇസ് ഗോണ ബി ടോസിസ്. ഓക്കെ, മൂന്നാമത് ദർ ഇസ് ഗോണ ബി അൺഹൈഡ്രോസിസ്. ഇതിൻ്റെയൊക്കെ അർത്ഥം നിങ്ങൾക്ക് അറിയാമല്ലോ. മയോസിസ് മീൻസ് പ്യൂപ്പിൾ ഭയങ്കര സ്മോൾ ആവും. ടോസിസ് എന്ന് പറഞ്ഞാൽ അപ്പർ ഐലിഡ്, കണ്ണിൻ്റെ അപ്പർ ഐലിഡ് താഴോട്ട് വരും, പിന്നെ ഉറക്കം തൂങ്ങിയതുപോലെ ഇരിക്കും. അൺഹൈഡ്രോസിസ് എന്ന് പറഞ്ഞാൽ സ്വെറ്റ് ചെയ്യത്തില്ല. കേട്ടോ, സ്വെറ്റ് ഗ്ലാൻസ് വിൽ ബി എഫക്റ്റഡ്. അപ്പോൾ ആ ഒരു പ്രത്യേക ഭാഗം, ഫേസിൻ്റെ ഒരു ഭാഗം സ്വെറ്റ് ചെയ്യത്തില്ല. ഓക്കെ, സോ മയോസിസ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ വൈ? ബിക്കോസ് ദ ഡയലേറ്റർ പ്യൂപ്പിൾ ഈസ് നോട്ട് വർക്കിംഗ്. ഡയലേറ്റർ പ്യൂപ്പിളെ വേണമല്ലോ കണ്ണിൻ്റെ പ്യൂപ്പിൾ ഒന്ന്
ടു ഡൈലേറ്റ്, റൈറ്റ്? സോ അത് വർക്ക് ആവാത്തതുകൊണ്ട് മയോസിസ് ഉണ്ടാകുന്നു. ടോസിസ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് അത് ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ടോസിസ് ഉണ്ടാകുന്നത്? ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് മുല്ലർ മസിൽ പ്രോബ്ലം. മുല്ലേഴ്സ് മസിൽ അല്ലേ, അതിൻ്റെ ഒരു ഡിഫക്റ്റ് കാരണമാണ് ടോസിസ് ഉണ്ടാകുന്നത്. സോ റിമെമ്പർ MP, ഓക്കെ, മെമ്പർ ഓഫ് ദി പാർലമെൻറ്റ്, മുല്ലേഴ്സ് ആൻഡ് ടോസിസ്. നെക്സ്റ്റ് ഈസ് അൻഹൈഡ്രോസിസ് എന്ന് പറഞ്ഞാൽ ആ ഭാഗം സ്വെറ്റ് ചെയ്യത്തില്ല, ഓക്കെ, അവർക്ക് സ്വെറ്റ് ഗ്ലാൻസിന് പ്രോബ്ലം ഉണ്ടാവും, ഓക്കെ. സോ ദാറ്റ് ഈസ് അബൌട്ട് ഓണോ സിൻഡ്രോം. Guys, next about thyroid. Okay, thyroid issue ഉള്ള ഒരാളിൽ obviously eyes will be affected. ഐസിലെ ഏത് മസിലായിരിക്കും ഫസ്റ്റ് എഫക്റ്റഡ്? വെരി ഇമ്പോർട്ടൻറ്റ്, ദാറ്റ് ഈസ് ഇൻഫീരിയർ റെക്ടസ്. PYQ ആണ്, ഇൻഫീരിയർ റെക്ടസ്. ഗൈസ്, വൺ ലൈനർ. ഇപ്പോൾ ഗ്ലോക്കോമയിൽ ഏറ്റവും കൂടുതൽ വിഷ്വൽ ഡിഫക്റ്റ് വരുന്നത് ഏത് ഭാഗത്താണ്? Where is it? That is basically in the temporal direction, okay. Temporal region-ലാണ് maximum visual field വരിക. Minimum visual field വരുന്നത് that is in superior direction, that they won't ask. But maximum glaucoma problem വരുന്നത് temporal direction-ലാണ്, okay.